സോ ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു. സോ ഇന്ന് നമ്മൾ കാളൻ്റെ ഫുൾ എക്സ്പ്ലോർ വീഡിയോ ഉണ്ട്. അതായത് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എൻ്റെ കാളൻ്റെ ഫുള്ളായിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. അതായത് ഇതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കി, അതുപോലെ തന്നെ ഉണ്ടാക്കി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കുറച്ച് സെറ്റിങ്സ് അങ്ങനെ എന്തൊക്കെ ഉണ്ട് ഗൈസ്, അതൊക്കെ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് താഴെ കുറേ പേര് കമൻറ്റ് ചെയ്തിരുന്നു. സോ ഇത് കാളൻ്റെ ഫുൾ വീഡിയോ, അതായത് ഇതിൻ്റെ തല എങ്ങനെ വെച്ച് ഇതിൻ്റെ ഉടലുണ്ടാക്കിയെന്ന് കാണിച്ചു തരും എന്നൊക്കെ പറഞ്ഞ് കുറേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടാൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടാതിരിക്കും മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്താൽ മതി ഗൈസ്. അപ്പോൾ ഇതുവരെ കണ്ടാൽ എല്ലാവരും വിചാരിക്കും ഇതിൻ്റെ തല വേറെയാണല്ലോ, ആർച്ച് വേറെയാണല്ലോ എന്നൊക്കെ. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അത് മറ്റേ ബിഗ് ബീൻ്റെ ആർച്ചായിരുന്നു ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. സോ ആ ആർച്ച് മാറ്റിയിട്ട് നമ്മൾ നമ്മുടെ പഴയ ആർച്ച് ഉണ്ടല്ലോ, സോ അത് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വല്ല വോയിസും വല്ല ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. സോ അത് വേറെ ഒന്നും അല്ല കേട്ടോ, മഴയാണെങ്കിൽ പിന്നെയും പോട്ടെ വരാം. പക്ഷേ ഇത് ഗൈസ് കാറ്റാണ്, കൊടുങ്കാറ്റ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് വരാം കേട്ടോ. സോ അപ്പോൾ ഇത് ഇവിടെ നമ്മുടെ തലയെ കാട്ടുന്ന പോലെ സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കുറേ പേരും ചോദിച്ചായിരുന്നു, കുറച്ച് പേര് ചോദിച്ചായിരുന്നു ഗൈസ് തലയാട്ടുന്ന പോലെ വെക്കുകയോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇത് തലയാട്ടുന്ന പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. സോ ഇത് ഇങ്ങനെയാണ് വെച്ചെന്ന് കാണിച്ചു തരാം ഗൈസ്. പക്ഷേ ഇതിൻ്റെ തല നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള വെയിറ്റ് അടിയിൽ കൊടുക്കണുണ്ടാവും. എന്നാൽ മാത്രമേ നമുക്കിത് കറക്റ്റ് ബാലൻസ് ആയിട്ട് ഇങ്ങനെ തല ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ കണ്ടില്ലേ, നമുക്കിപ്പോൾ ജസ്റ്റ് ഞാൻ അത് ബാക്കിൽ ഇങ്ങനെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി വിടുകയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഓഫ്ലൈനാണ് ഗൈസ്. അപ്പോൾ അത് മോട്ടറിൻ്റെ ആവശ്യമില്ല ഗൈസ്. അപ്പോൾ ഇത് വെറും ഒരു കമ്പി മാത്രം മതി. സോ നമുക്കിത് ഇങ്ങനെ തലയാട്ടാനായിട്ട് കണ്ടില്ല. ഇപ്പോൾ ഞാൻ ബാക്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആട്ടി കൊടുക്കുകയാണ്, എന്നാൽ മാത്രമാണ് ഇതിങ്ങനെ ആവത്തുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിത് മോട്ടറിന് വെച്ചിട്ടില്ല. സോ വെക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. എങ്ങനെയെങ്കിലൊക്കെ പറ്റുകയാണെങ്കിൽ വെച്ച് നോക്കാം കണ്ടില്ലേ ഗൈസ്. ഇപ്പോൾ ജസ്റ്റ് വെയിറ്റ് ഇല്ലാത്ത കൊണ്ടാണ് ജസ്റ്റ് ഇങ്ങനെ തലയും ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ പോലെയൊക്കെ നിൽക്കുന്നത്. അതിൻ്റെ ആ ഒരു വായിൻ്റെ അവിടെ ജസ്റ്റ് ഒരു ഞെട്ടോ അല്ലെങ്കിൽ ഒരു സ്ക്രൂവോ എന്തെങ്കിലും കുറച്ച് വെയിറ്റ് ഉള്ള എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുത്തി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതാണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഇങ്ങനെ ബാലൻസ് ആയി നിൽക്കും. അപ്പോൾ ഇങ്ങനെ തേന ഇങ്ങനെ ആടും ഗൈസ് ഇത്. ഇപ്പോൾ നിങ്ങൾ ടയറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഓട്ടുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ ആടാനൊക്കെ ചിലപ്പോൾ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ ആടിയേക്കാം ഗൈസ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് കാറ്റായതുകൊണ്ട്, കുറച്ചല്ല ഒരു നല്ല കൊടുങ്കാറ്റ് പോലെ വീശുന്നതുകൊണ്ട് തന്നെ ഓഡിയോയ്ക്ക് കുറച്ച് ക്വാളിറ്റി കുറവുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. സോ നമുക്ക് ഇനി അടുത്ത് ഇത് നോക്കാം ഗൈസ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിതിൽ നോക്കുന്ന ഏറ്റവും പ്രത്യേകമായിട്ടുള്ളൊരു കാര്യമാണ് ഇതിൻ്റെ ഉടൽ. സോ കുറേ പേര് ചോദിച്ചായിരുന്നു ഉടൽ ഉണ്ടാക്കുന്ന വീഡിയോസ്, നമ്മൾ ഉടൽ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തായിരുന്നു. സോ അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടാൽ മതി. ഓക്കെ, ഇപ്പോൾ കാണുന്നു വിശ്വസിക്കുന്നു. ഇതാണ് അപ്പോൾ നമ്മുടെ ഹോട്ടലിൽ. സോ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബനീനൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. ബനീന കുറച്ച് ഷർട്ടിൻ്റെ തുണിയും അങ്ങനെ ഇത് വേണ്ട ഗൈസ്, മുണ്ടിൻ്റെ തുണി കേട്ടോ. സോ ഞാൻ അത് കെട്ടുന്ന വീഡിയോ കാണിച്ചില്ല. പിന്നെ അതുപോലെ തന്നെ ഉണ്ടോ വാലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ അങ്ങനെ അത്യാവശ്യം ഒക്കെ പൊടി പിടിച്ച് പോയി ഗൈസ്, കുറേ അതിൽ ഉണ്ടാക്കിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതും അതുപോലെ തന്നെ അതിൻ്റെ ഒരു റെഡും. സോ അങ്ങനെ ഒരു റെഡും ഒരു വൈറ്റുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ എല്ലാ കാളയിലും അങ്ങനെ തന്നെയാണ് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇതുണ്ട് അവിടെ വാലുണ്ട്. സോ പിന്നെ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് പച്ച തുണി ശരിക്കും കാളയിൽ ഇതുപോലെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്തതാണ്. സോ അത്രയേ ഉള്ളൂ. പിന്നെ എന്ത് നമ്മൾ ഈ ആർച്ച് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തെടുത്താണ് കേട്ടോ. സോ ഇതിങ്ങനെ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ വേറെ വെട്ടി വെച്ചതാണ് ഗൈസ്. പിന്നെ ഇതിങ്ങനെ മടക്കാൻ പറ്റും, തുറക്കാൻ പറ്റും, മടക്കാൻ പറ്റും, തുറക്കാൻ പറ്റും. സോ അങ്ങനത്തെ ഒരു ടെക്നോളജിയാണ് നമ്മളിതിൽ വെച്ചിട്ടുള്ളത് ഗൈസ്. പിന്നെ കുറേ പേര് പറഞ്ഞിരുന്നു അവർക്കൊന്നും ഹോട്ടൽ ഉണ്ടാക്കാൻ പറ്റുന്നില്ല, സോ ഹോട്ടൽ ഉണ്ടാക്കാൻ അറിയില്ല എന്നൊക്കെ. അപ്പോൾ ഗൈസ് ഇതൊന്നും അല്ല ഞാൻ ആദ്യം ഉണ്ടാക്കിയ ഹോട്ടൽ. സോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഗൈസ്. അപ്പം ഞാൻ ആദ്യമായിട്ട് അതായത് ഫസ്റ്റൊക്കെ കാള ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് ഉണ്ടാക്കി നോക്കിയൊരു ഹോട്ടലാണ് കേട്ടോ. സോ ഇത് ഗൈസ് ഞാൻ ഫുള്ള് തുണിയും പിന്നെ ചെറുതായിട്ടൊക്കെ ചകിരിയൊക്കെ എന്തൊക്കെയോ യൂസ് ചെയ്ത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ സത്യം പറഞ്ഞത്. കണ്ടത് ഇങ്ങനെയൊക്കെ ചത്ത പോലെ നിൽക്കുന്ന ഈ സാധനം ഗൈസ്. അപ്പോൾ ഈ ഒരു കാളിൻ്റെ ഉള്ളിൽ മറ്റേ കമ്പിത്തിരിൻ്റെ കമ്പിയൊക്കെ ജസ്റ്റ് വളച്ച് ഒരു കാള പോലെയൊക്കെ ആക്കിയെടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയൊരു കാളയുണ്ടത്. പിന്നെ അതേ ഇവിടെ തല വയ്ക്കാനുള്ള സംഭവമൊക്കെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത കാളയാണ്. സോ ഇത് ഞാൻ സ്പോഞ്ചും അതുപോലെ തന്നെ നമ്മുടെ ഈ ചകിരിയൊക്കെ വെച്ച് എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാണ്. സോ ഗൈസ് ഇതിൻ്റെയൊക്കെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഗൈസ്. ഒന്ന് വേറെ എവിടെയോ ആണ്, ഇത് എവിടെ നിന്ന് പോലും എനിക്ക് അറിയത്തില്ല ഗൈസ്. അതൊന്നും പോരാണ്ട് ഞാൻ വീണ്ടും കാള ഉണ്ടാക്കി, അത് ന്യൂസ് പേപ്പർ വെച്ചിട്ട്. സോ ചകിരി ഇല്ലാത്തത് കൊണ്ട് തന്നെ ന്യൂസ് പേപ്പർ വെച്ച് കാള ഉണ്ടാക്കി നോക്കാമെന്ന് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. സോ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു കാള ഗൈസ്, ഇതിൻ്റെ ഉള്ളിൽ മുള വെച്ച് ചെയ്തെടുത്തിട്ട് അതിൽ മൊത്തത്തിൽ ന്യൂസ് പേപ്പറൊക്കെ വെച്ച് നൂലിട്ട് ചുറ്റി വെച്ചിട്ടത്. പിന്നെ ഗൈസ് ചകിരി ഒന്നും എടുക്കാനില്ലെങ്കിൽ ഇതുപോലെ ന്യൂസ് പേപ്പർ വെച്ചിട്ട് നമുക്ക് കാള ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഗൈസ് ഇപ്പോൾ ഞാൻ ഈ ന്യൂസ് പേപ്പർ വെച്ച് ഉണ്ടാക്കിയതിൻ്റെ ഉള്ളിൽ കുറച്ച് മുളയൊക്കെ വെച്ച് സെറ്റാക്കിയത് കൊണ്ട് തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. സോ അത്യാവശ്യം നമ്മുടെ കാള ഉണ്ടാക്കിയ മൊത്തത്തിൽ ഒരു 5 കിലോ വെയിറ്റെങ്കിലും ഉണ്ടാവും ഗൈസ്. അപ്പോൾ ഇതിൽ ഏത് ഉടലാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതെന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഉടലാണോ അതോ പഴയ ഉടലാണോ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം എത്ര പേര് കമൻറ്റ് ചെയ്യുന്നുള്ളത് ഗൈസ്. അപ്പോൾ കുറേ പേര് പറയും നമ്മുടെ കാള അഴിക്കുന്നതും ഇടുന്നതും ഒന്ന് കാണിച്ചു തരുമോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അത് കാണിക്കുക. സോ ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ കാള. ജസ്റ്റ് ഇതാണ്ട തലയൊക്കെ പെട്ടെന്ന് തന്നെ അയക്കാൻ പറ്റും. ജസ്റ്റ് ഒരു കമ്പി വെച്ചാണ് നമ്മളത് സെറ്റാക്കി എടുത്തുള്ളത്.
ഗൈസ് അപ്പോൾ ഇങ്ങനെ വെക്കുന്നതും കുഴപ്പമില്ല കേട്ടോ, ഇത് കറക്റ്റായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അടിയിലും ജസ്റ്റ് ഒരു കമ്പി വെച്ചിട്ട് കറക്റ്റ് നല്ല ലോക്കാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അത് സാരമുണ്ട്, സംഭവങ്ങൾ അയച്ചു കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ കാളെ പെട്ടെന്ന് അങ്ങോട്ട് അയക്കാൻ പറ്റും. കണ്ടില്ലേ, അത് വേറെ ഇവിടെ സ്ക്രൂ ചെയ്തിട്ടോ ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ വെക്കുക എടുക്കുക അത്ര തന്നെ. പക്ഷേ നല്ല ക്വാളിറ്റിയാണ് സംഭവം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ കാളൻ്റെ തലഭാഗം കേട്ടോ. അപ്പോൾ ഇവിടെ എന്തായാലും പെട്ടെന്ന് അയക്കാനും പെട്ടെന്ന് വെക്കാനും അതുപോലെ തന്നെ ഇങ്ങനെ ജസ്റ്റ് തല ഇങ്ങനെ ആട്ടാനൊക്കെ ആയിട്ട് ജസ്റ്റ് കമ്പി വെച്ചിട്ടാണ് നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ കാള അഴിച്ച പോലെ തന്നെ ഇടാനും വളരെ എളുപ്പമാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ചെയ്യേണ്ട, അതിൻ്റെ ആർച്ച് എടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മാത്രം മതി. അത്രേ ഉള്ളൂ. നമ്മുടെ കാള വില സ്ക്രൂവോ ഒന്നുമില്ല കേട്ടോ. സംഭവം ഇത് നല്ല ഫിറ്റായിട്ട് അവിടെ ഇരുന്നോളും ഗൈസ്. ഒന്നും കൂടി ഒന്ന് സ്ട്രോങ് ആയി നിൽക്കാനായിട്ട് അതിൻ്റെ അടിയിൽ ഞാൻ ചെറിയൊരു കമ്പി പോലെ ഒന്ന് സെറ്റാക്കി വെച്ചായിരുന്നു. സോ അതും കൂടി ജസ്റ്റ് ഒന്ന് ലോക്കാക്കി നമ്മുടെ കാളൻ്റെ ആർച്ച് വെക്കുന്ന പണി ഇങ്ങ് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ അത് കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും കേട്ടോ ഗൈസ്. അപ്പോൾ എൻ്റെ കുറേ പേര് ചോദിച്ച ഡൗട്ടാണ്, സോ കാളൻ്റെ തല സെറ്റ് ചെയ്യുന്നത് ഒന്ന് വീഡിയോ എടുത്തിടുമോ എന്നുള്ളത്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ കുറേ പേര് വിളിച്ചു ഗൈസ്, അതാണ് കോമഡി. കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ എങ്ങനെ ചെയ്യുക എന്നുള്ളത്, സോ അത് ജസ്റ്റ് നമുക്ക് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ അതിന് മുമ്പേ നമ്മുടെ കാള സെറ്റാക്കുന്ന പരിപാടി നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളത് ബിഗ് ബീന്ന് എഴുതിയിട്ടുള്ള ചെറിയൊരു വർക്ക്. സോ വർക്ക് എന്ന് അത്ര പറയാൻ പറ്റില്ല കേട്ടോ. നമ്മളിത് മൾട്ടിവുഡിൽ ഉണ്ടാക്കിയെടുത്തൊരു സംഭവം കേട്ടോ. അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ അളവിൽ 2 വെട്ടിയെടുക്കുക, അതിൽ പെയിൻറ്റ് അടിച്ചിട്ട് ബിഗ് ബീന്ന് എഴുതിയിട്ടുണ്ട്. ഇനി അത് സ്പാച്ചോ നോക്കണം ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് കാളൻ്റെ തല സെറ്റാക്കുന്ന പരിപാടിയിലോട്ട് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കാളത്തലിൻ്റെ ബാക്ക് വശം കേട്ടോ ഗൈസ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരു വലിയൊരു ഹോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇത് ഞാൻ ഫസ്റ്റ്, അതായത് ഈ ഒരു കാള ഉണ്ടാക്കിയപ്പോൾ ഞാൻ മൾട്ടിവുഡിലാണ് സോ ഇതിൻ്റെ തല സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് പെട്ടെന്ന് എന്താ വെച്ചാൽ പൊട്ടിപ്പോവും. അപ്പോൾ അങ്ങനെ ഒഴിവാക്കാനായിട്ടാണ് ഞാൻ ജസ്റ്റ് കമ്പിയിൽ ഇതിൻ്റെ തല വെക്കാമെന്ന് വെച്ചാൽ ഗൈസ്. ഇതിങ്ങനെ എടുത്തിട്ട് അതിൻ്റെ മറ്റേ കമ്പീൻ്റെ ഉള്ളിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി ഗൈസ്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ആ തല അവിടെ നിന്നോളൂ കേട്ടോ, കണ്ട. സോ ജസ്റ്റ് ഇതിങ്ങനെ വെക്കുന്നു, ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നു, കണ്ട. ഇത്രേ ഉള്ളൂ നമ്മുടെ തല സെറ്റാക്കുന്ന പരിപാടി. സോ കുറേ പേർക്ക് ഇത് അറിയാണ്ട് അവരെന്തൊക്കെ കെട്ടി വെച്ചിട്ടൊക്കെയാണ് എനിക്ക് ഫോട്ടോ അയച്ചു തന്നെ ഗൈസ്. കമ്പി തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒരു നല്ലൊരു കോലായാലും മതി ഗൈസ്. അപ്പോൾ ഇങ്ങനെ വെക്കുന്നതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് തല ഇങ്ങനെ ആട്ടുന്ന പോലെയൊക്കെ സെറ്റാക്കാൻ പറ്റും. സോ അങ്ങനെ വെക്കാനുള്ള ആ ഒരു ടെക്നിക്ക് മനസ്സിലായത് സോ ഇങ്ങനെ ഒരു കമ്പയിലിട്ട് വെക്കുമ്പോൾ കേട്ടോ ഗൈസ്. അപ്പോൾ മറ്റേ നമ്മൾ വെക്കുന്ന സമയത്ത് കറക്റ്റ് ഇങ്ങനെ തല ഇങ്ങനെ അനങ്ങാണ്ട് നിൽക്കും. പക്ഷേ ഇതാകുമ്പോൾ ഇങ്ങനെ ആട്ടുന്ന പോലെയൊക്കെ സെറ്റാക്കുന്ന സംഭവം അതെന്താ അടിപൊളി കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ കാളൻ്റെ തലയൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ അത് ഇതുപോലെ ഉണ്ടാവും കേട്ടോ നമ്മുടെ കാള. ഓക്കെ, നമ്മളെ കാള മീൻസ് നിങ്ങളും കാള ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും. പിന്നെ ഗൈസ് നമുക്ക് ഇതിൻ്റെ കൊമ്പ് സെറ്റാക്കുന്ന പരിപാടി നോക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ മെയിനായിട്ടുള്ളൊരു കാര്യം പറഞ്ഞാൽ, സോ നിങ്ങൾ കൊമ്പ് ഉണ്ടാക്കുമ്പോൾ 4 കൊമ്പും കറക്റ്റായിട്ട് തന്നെ ഉണ്ടാക്കാൻ നോക്കുക. സോ ഒരേ അളവിൽ ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ. അതുപോലെ തന്നെ കറക്റ്റ് ആ നമ്പർ ഓർഡറിൽ വേണം നമ്മൾ കൊമ്പ് വെക്കാനായിട്ട് ഗൈസ്. എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് അവിടെ ഫിറ്റായിട്ട് ഇരിക്കത്തുള്ളൂ ഗൈസ്. അപ്പോൾ ഞാനിത് കറക്റ്റ് ഒരു ഓർഡറിലാണ് സോ ഈ ഒരു കൊമ്പും കാലൊക്കെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നത് ഗൈസ്. അപ്പോൾ ഈ ഒരു കൊമ്പ് കറക്റ്റായിട്ട് അവിടെ നിൽക്കുന്നത് സ്ട്രോ കാരണമാണ്. സോ സ്ട്രോ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ കൊമ്പ് ഇങ്ങോട്ട് തിരിക്കാനും എങ്ങോട്ട് വേണം തിരിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഗൈസ്. അപ്പോൾ കൊമ്പ് വെക്കുമ്പോൾ എല്ലാവരും അടിയിൽ സ്ട്രോ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. കണ്ടില്ലേ ഗൈസ്, ആ ഒരു കമ്പി വെച്ചുകൊണ്ട് തന്നെ നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ ആട്ടിയൊക്കെ നോക്കാം. ഓക്കെ, സോ തല ഇങ്ങനെ മൂവ്മെൻറ്റ് ചെയ്ത് കളിക്കാം. ഇതെങ്ങനെ പൊളിയല്ലേ ഗൈസ്. അപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഗൈസ് നല്ല കൊടുങ്കാറ്റ്, എന്താണെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഈയിടെയായിട്ട് പാലക്കാടും എല്ലാവരും നല്ല കൊടുങ്കാറ്റാണ്. കാറ്റെന്ന് പറഞ്ഞു തന്നെ ഗൈസ്, ഇത് എന്തൊരു കാറ്റടേ ഇത്, നമ്മുടെ കാള വരെ പറന്നു പോകാനായി ഗൈസ്. ഇതാണ്ട് അങ്ങനെയാണ് ഇവിടെ കൊടുങ്കാറ്റ് അടിക്കുന്നത്. ഈ കാളിൻ്റെ തലയൊക്കെ അങ്ങനെ ആടി കളിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ആട്ടേണ്ട ആവശ്യമില്ല, അത് തേനയെ ആടുന്നുണ്ട് ഗൈസ് കാറ്റത്ത്. എന്താ ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും സോ ഒരുപാട് നന്ദി, ഒന്നും പറയാനില്ല, പൊളി. അപ്പോൾ ഗൈസ് കാളൻ്റെ എല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾ ഉണ്ടാക്കിയ കാള എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി അയച്ചു തരിക ഗൈസ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കാള ഉണ്ടാക്കാൻ നിങ്ങളുടെ ചങ്കിന് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക കേട്ടോ ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കുക. സോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.